ഏതൊരു സാധനം കണ്ണുകൊണ്ട് കാണണമെന്ന് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഒരുപക്ഷെ ചിലപ്പോൾ കൗതുകമായി തോന്നിയേക്കാം. ചെറിയൊരു സയൻസാണ്. നമ്മളൊക്കെ രൂപപ്പെട്ടത്, നമ്മുടെ ശരീരം, ഈ മൈക്ക്, ഈ സ്റ്റേജ്, ഈ കാർപ്പറ്റ്, ഈ മണ്ണ്, ഈ കമ്പിയും ഈ തുണിയൊക്കെ എല്ലാം ആറ്റം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലേ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഒരു കുട്ടി ഉത്തരം പറയും. ആറ്റം, വാട്ട് ഈസ് ആൻ ആറ്റം? വാട്ട് ഈസ് ഇൻസൈഡ് ആൻ ആറ്റം? അണു. അത് മലയാളത്തിൽ ആറ്റം എന്ന് പറഞ്ഞാൽ അണു. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? എന്തുണ്ട് ആറ്റത്തിൻ്റെ ഉള്ളിൽ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മൾ കാണുന്ന സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഏറ്റവും അതിസൂക്ഷ്മമായ അണുവിനാണ് നമ്മൾ ആറ്റം എന്ന് പറയാ. ഒരാറ്റം എന്ന് പറയാൻ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കയ്യിൽ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട്. അതിൽ ഒരാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, അല്ലേ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരാളുള്ളത്? ന്യൂട്രോണോ അല്ലേ? ആണോ? ന്യൂട്രോൺ ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആ വട്ടം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല, വട്ടം വരച്ചിട്ട് അതിൻ്റെ നടുവിൽ ഒരു പോയിന്റാണ്, ഒരു ബിന്ദുവാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം. അതിന് ചുറ്റും ഒരുപാട് വഴികളാണ്, റോഡുകളാണ്, വട്ടത്തിലുള്ള റോഡുകളാണ്, കഴമ്പം ചുറ്റുന്ന പോലെ. അതിലാണ് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്താ? എം ടി ആണ്. എം ടി, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഗ്രൗണ്ട് കളിക്കാരൻ ഓടുന്നുണ്ട്. ആ ഗ്രൗണ്ടിൽ ഒരു കളിക്കാരൻ ഓടുകയും നടുവിലൊരു പന്ത് കൊണ്ടുവെക്കുകയും ചെയ്താൽ എന്താണോ, അല്ലെങ്കിൽ 2 കളിക്കാർ ഓടുന്നുണ്ട്, 10 ആൾ ഓടുന്നുണ്ട്, ആ ഗ്രൗണ്ട് അതാണ് ആറ്റം. ആ ആറ്റത്തിന്റെ നടുവിലൊരു ന്യൂക്ലിയസ്. ഇനി ചോദിക്കട്ടെ, ഒരാറ്റത്തിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ന്യൂക്ലിയസ് കാണാൻ പറ്റും, അല്ലേ? ഇലക്ട്രോണും പ്രോട്ടോണും വേണമെങ്കിൽ കാണാൻ പറ്റുന്നൊക്കെ വാദിക്കാം. ബാക്കിയുള്ള സ്ഥലം എം ടി ആണ്, കാണാൻ പറ്റൂല. ആ സാധനം വാക്യൂമാണ്. എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ആ ആറ്റത്തിന്റെ 5% താഴെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഖളിയ മനസ്സിലായോ? ഒരാറ്റം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ആറ്റത്തിൽ നിന്ന് കാണുന്നത് 5% കാണാൻ കഴിയൂ എങ്കിൽ എൻ്റെ ശരീരത്തിന്റെ 95% നിങ്ങൾ കാണുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ 95% നമ്മൾ കാണുന്നില്ല. ബാക്കി ആറ്റത്തിൽ മറഞ്ഞു കിടക്കുക. അതല്ലേ ഇതിന്റെ ശരി? എന്നിട്ട് പറയാം ഇതൊക്കെ എൻ്റെ കണ്ണ് കാണും, എന്നാലേ പടച്ചോനെ വിശ്വസിക്കുള്ളൂ. പൊന്നു ചങ്ങാതി, നീ നിന്നെ തന്നെ മുഴുവൻ കാണുന്നില്ല. നീ നിന്നെ തന്നെ മുഴുവൻ കാണുന്നില്ല. എന്നിട്ടല്ലേ പടച്ചോണ്ട് ഇറങ്ങി വരട്ടെ, അള്ളാനെ കാണട്ടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണാത്തതാണ് കൂടുതൽ, കാണുന്ന ഭാഗം വളരെ കുറച്ചുള്ളൂ. ഒരാറ്റത്തെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും അത്. അതിൽ നിന്ന് കാണുന്ന കണിക എന്ന് പറയുന്നത് മേ ബി ലെസ് ദാൻ 5%. 5% താഴെ കാണുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞിടക്കണത്, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ മുമ്പ് 5% കണ്ടിട്ടുള്ളൂ, ബാക്കി 95% നമ്മൾ കാണാത്തതാണ്. ഇനി അതോടെ ഇരിക്കട്ടെ, ഈ പറയുന്ന സൂര്യനക്ഷത്രങ്ങൾ, എന്തൊരു ഖുർആൻ ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് ഇത്രമേൽ ചർച്ച ചെയ്ത ഒരു ലോക ഗ്രന്ഥം, ഒരു ദിവ്യ ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. എന്തൊക്കെ പറഞ്ഞു? നക്ഷത്രങ്ങൾ, താരസമൂഹങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ, നക്ഷത്രങ്ങളുടെ പോയിന്റുകൾ, പ്രകാശത്തിന്റെ വേഗത, ഇതൊക്കെ പറഞ്ഞ ഗ്രന്ഥമല്ലേ ഖുർആൻ? അത്ഭുതമല്ലേ? എന്നിട്ട് കോടിക്കണക്കിന് ലോകത്ത് ബീച്ചായ ബീച്ചുകളിൽ മുഴുവനും, കണ്ണൂർ ബീച്ച് ഉണ്ടല്ലേ, എന്താ പയ്യാമ്പലം ബീച്ചോ, ലോകത്തുള്ള ബീച്ചുകളായ ബീച്ചുകൾ മുഴുവനും എത്ര ഐലൻഡുകളുണ്ട്? അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും ആയിരക്കണക്കിന് ഐലൻഡുകളുണ്ട്. അതിനൊക്കെ ബീച്ചുണ്ട്. നമ്മളെ നാട്ടിൽ കേരളം, കന്യാകുമാരി കഴിഞ്ഞ് അങ്ങ് ബാക്കോട്ട് പോയാൽ പിന്നെ നമ്മുടെ ചെന്നൈൻ്റെ ബീച്ചടക്കം അങ്ങനെ പോയി അങ്ങ് ആൻഡമാൻ അടക്കം ആസാമിൻ്റെ സൈഡിലൂടെ ആലോചിച്ച് നോക്കൂ. കറാച്ചിയിൽ, ഇപ്പുറത്ത് ഗുജറാത്തിലേക്ക്, അങ്ങ് ഇറാനിലേക്ക്, അത് കഴിഞ്ഞ് UAE ഒമാനും കഴിഞ്ഞ് ഇങ്ങ് പിന്നെ നേരെ അങ്ങ് കവർ ചെയ്ത് യമനിൻ്റെ സൈഡിലൂടെ അങ്ങ് കടന്നുപോയി ഇപ്പുറത്ത് ആഫ്രിക്കയിലേക്ക് കടന്ന് വീണ്ടും താഴേക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് വന്ന് വീണ്ടും മേലോട്ട് കയറി അങ്ങ് മെഡിറ്ററേനിയൻ കടലും കഴിഞ്ഞ് അറ്റ്ലാന്റിക്കും കഴിഞ്ഞ് പസഫിക്, എത്രയായിരക്കണക്കിന് ബീച്ചുകൾ ലോകത്തുണ്ട്. ഈ ബീച്ചുകളിൽ കിടക്കുന്ന ഓരോ മണൽത്തരിക്കും ആകാശത്ത് നക്ഷത്രമുണ്ടെന്നാണ് ഇന്ന് നാസ വിട്ട കണക്ക്. എന്നിട്ട് പറയാണ് ഈ പ്രപഞ്ചം, അപ്പൊ എത്ര ബില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് ഇവിടെ. ഒരു ഗാലക്സിയിൽ എത്ര ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും എത്ര ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഭൂമി ഗ്രഹമല്ലേ സൂര്യന്റെ.
ഓരോ നക്ഷത്രത്തിനും ഗ്രഹങ്ങൾ, സൂര്യനേക്കാളും വലുതും ചെറുതുമായ ഗ്രഹങ്ങൾ. എത്ര നക്ഷത്രങ്ങൾ മാത്രം, അതിൻ്റെ പ്ലാനറ്റ്സുകളോ അതിൻ്റെ സാറ്റലൈറ്റുകളോ കൂട്ടിയിട്ടില്ല. ഭൂമിയിലെ മണൽത്തരികളോളം ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് പറയാൻ, ഈ നക്ഷത്രങ്ങൾ കാണുന്ന ഈ ലോകം മുഴുവനും ലേറ്റസ്റ്റ് കഴിഞ്ഞ ഒരു മാസം നടന്ന ഒരു ഡിസ്കഷനാണ്, ഒരു സയന്റിസ്റ്റുകളുടെ ഒരു ചർച്ചയാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ആധാരം. അവർ പറയുന്നത്, ഈ കാണുന്ന ലോകം മുഴുവൻ, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ കേവലം 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% കാണാത്ത ഒരു ഇരുട്ടു ലോകമാണ്. കാണുന്ന ഈ ലോകം, ഇത്രമേൽ നക്ഷത്രങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് മുഴുവൻ പ്രപഞ്ചത്തിന്റെ 6% താഴെയാണ്. എന്ന് പറഞ്ഞാൽ 94% പ്രപഞ്ചവും മനുഷ്യനോ ഒരു മെഷീനറിക്കോ കണ്ടെത്താൻ കഴിയുന്നില്ല, ബ്ലാക്കാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്ഷിച്ചു ഒരു സയന്റിസ്റ്റിന്റെ പ്രഖ്യാപനം. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ടൈമോ സ്പേസോ ഇല്ലാത്ത അബ്സല്യൂട്ട് സൈലൻസ് നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. M57 എന്നോ അതിന് പേരിട്ടിട്ടുണ്ട്, അതിന് പേരുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ ബ്ലാക്ക് ഹോൾ പ്രകാശവേഗതയുടെ 80% വേഗതയിൽ അതിൻ്റെ ചുറ്റുമുള്ള ലോകത്തെയും കറക്കി തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോകം, നക്ഷത്രങ്ങളുടെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ ഒരു ലോകം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത എന്ന പ്രകാശത്തിന്റെ വേഗതയുടെ 80% വേഗതയിൽ അത് സഞ്ചരിക്കുന്നത് മാത്രമല്ല, കൂടുതലുള്ള ലോകത്തെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഒരു മെഷീനറി പോലെ. അങ്ങനത്തെ ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് പറയും, ഇതൊക്കെ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ 6% താഴെയാ. ബാക്കി 94% ലോകം ഇപ്പോഴും നമുക്കറിയില്ല എന്താണ്. ഡാർക്കാണ്, ഇരുട്ടാന്നാ പറയാ, കാണാത്ത ലോകമാണ്. കാണുന്ന ഈ നക്ഷത്രങ്ങൾ എന്ന് ഇത്രയാണ്. അപ്പൊ എന്താണ് അള്ളാന്റെ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്നിട്ടാണ് നമ്മൾ ഈ വേലി തിരക്കാൻ പോണത്. ഒരു വണ്ടിക്കാരന് പോലും കടന്നു പോകാൻ പറ്റാതെ മതിൽ കുറിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കുന്നത്. ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മാനോടും പെങ്ങളോടും തെറ്റുന്നത് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിന്റെ തമാശ. അള്ളാഹുവിന്റെ എന്നിട്ട് പറഞ്ഞ ഖുർആൻ, ആകാശ ലോകങ്ങളോളം വീതിയുള്ള സ്വർഗലോകത്തേക്ക് വരുന്നുണ്ടോ? നീളം പറഞ്ഞില്ല, വീതിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നീളം എന്തായിരിക്കും? ഇതാണ് ലോകമെങ്കിൽ എന്തായിരിക്കും സ്വർഗം? മാല ഐനുൻ റഅത്. ഈ ലോകമൊക്കെ കടന്നാലേ 1-ാം ആകാശത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം 2-ാം ആകാശം. 1-ാം ആകാശം എവിടെയാണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകങ്ങൾ മുഴുവനും ആര് മുറിച്ചു കടന്നു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ചൊവ്വയിൽ പോയി, ഇനി നാളെ ജൂപ്പിറ്ററിൽ പോയി, യുറാനസിൽ പോയി, ഇനി പ്രോക്സിമ സെഞ്ചൂറിയോ എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. നമ്മുടെ റസൂൽ കടന്നുപോയത് 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹായും കടന്നിട്ട 1-ാം ആകാശത്തിന്റെ പടിവാതിലെത്താൻ ഇനി ബില്യൺ കണക്കിന് കൊല്ലം ജീവിച്ചാലും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. പക്ഷേ ആ സമയമെന്ന് പറയുന്ന സംവിധാനത്തെ അള്ളാഹു റിവേഴ്സ് ചെയ്ത ക്വാണ്ടം ഫിസിക്സിന് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ ആ പ്രതിഭാസത്തിലൂടെയാ ഇസ്രാഉം മിഅ്റാജും പുണ്യനബിക്ക് അള്ളാഹു നടത്തി കൊടുത്തത്. അത്ഭുതമല്ലേ? നമ്മുടെ റസൂൽ എവിടെയാ ബാക്കിലായത്? ഹബീബിന് എവിടെയാ നമുക്ക് തഴയാൻ പറ്റുക? ഇന്ന് ലോകം പറയുന്ന വലിയ വമ്പെന്ന് പറയുന്ന സ്പേസിലേക്ക് പോവുക. നമ്മുടെ റസൂല് പോയെവിടെ? സത്യസന്ധരായ ഹബീബ്, ആരോടും നുണ പറയാത്ത റസൂൽ, 40 വയസ്സുവരെ തമാശയിൽ പോലും കളവ് പറയാത്ത റസൂൽ, എന്തിനിങ്ങനെ കളവ് പറയണം അല്ലാഹുവിന്റെ മേൽ? മഅദല്ലാഹ്, അത് സത്യമായിരുന്നു. വമാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. ഹബീബ് കണ്ടത് നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? ആ ലോകത്തേക്ക് ഒരു ദിവസം പലതവണ കടന്നു വന്ന അള്ളാഹുവിന്റെ മലക്കാൻ, അള്ളാഹുവിന്റെ സയ്യിദുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ റസൂലുള്ളാഹി തങ്ങൾ? ഹബീബിന്റെ കോണ്ടാക്റ്റുകൾ ആരാ? നമുക്ക് 4 രാഷ്ട്രീയക്കാരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? പഞ്ചായത്ത് മെമ്പറായാൽ തന്നെ എന്താ ഹൊങ്ക് അല്ലേ? ആരും കുറ്റം പറയല്ല. മനുഷ്യൻ അങ്ങനെയാണ്. ഹബീബിന്റെ കോണ്ടാക്റ്റുകൾ ആരാ? അൽ മലഉൽ അലാ, അല്ലാഹു ജല്ല ജലാലു. പിന്നെന്താ വേണ്ടത്? ആ പുണ്യനബി ലോകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് 1000 വർഷം കെട്ടുപോകാതെ പേർഷ്യയിലെ തീ ആരാധകരായിരുന്ന മാഗിയൻസ് എന്ന് പറയുന്ന മജൂസികൾ 1000 കൊല്ലം വിറക് വെച്ച് ആളെ വെച്ച് കത്തിച്ചിരുന്നൊരു തീക്കുണ്ടാരം ഉണ്ടായിരുന്നു. ആ തീക്കുണ്ടാരം
1000 കൊല്ലമായിട്ട് തീ അണഞ്ഞിട്ടില്ല. മക്കായിൽ പരിശുദ്ധ ഹബീബ് റബീഉൽ അവ്വലിൽ ജനിച്ചു വീണ അന്നത്തെ ദിവസം, ആ ഒരു തിങ്കളാഴ്ച പേർഷ്യയിലെ ഈ തീക്കുണ്ടാരം അണഞ്ഞു എന്ന് പറയുന്നത് ചരിത്രമാണ്, അനിഷേധ്യമായ ചരിത്രമാണത്. പേർഷ്യൻ രാജാക്കന്മാർ ബഹുദൈവാരാധകരായിരുന്നു. ആ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ 14 കോളംസ്, മുനാരങ്ങൾ താങ്ങി നിന്നിരുന്ന വലിയ വലിയ തൂണുകൾ, അത് മുഴുവൻ ഒരു നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അത് ഹബീബുനാ റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് മൗലിദു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനാമൂർത്തിയായി ആരാധിച്ചു പോന്നിരുന്ന ഒരു തടാകമുണ്ട്. ആ തടാകമാണ് ബുഹൈറത്തു സാവാ, സാവാ തടാകം. ആ സാവാ തടാകം ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ഒരിറ്റു വെള്ളം പോലും ബാക്കിയാവാതെ വറ്റി വരണ്ടിട്ടുണ്ടെങ്കിൽ അത് റബീഉൽ അവ്വലിൽ ഹബീബിന്റെ ജനനം നടന്ന ദിവസമാണ്. അന്നൊരു പ്രകാശം പരന്നു പോയിട്ടുണ്ട്. ആ പ്രകാശം ഉരുണ്ട ഭൂമിയിൽ, നമ്മൾ ആലോചിക്കണം, ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ കടൽക്കരയിൽ ചെന്നാലേ ഏത് ബൈനോക്കുലർ വെച്ച് നോക്കിയാലും കാണാൻ കഴിയുന്നതിനൊരു പരിധി ഉണ്ട്. കാരണം എന്താ? കാരണം ഭൂമിയുടെ എഞ്ചിനീയറിംഗ് നടത്തിയത് അള്ളാഹുവാ. അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉരുണ്ട സാധനമല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത്രയേ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് കാണൂല, അല്ലെ മേലെ കയറണം. ഭൂമി ഉരുണ്ടതായത് കൊണ്ടാ കടലിൻ്റെ അക്കരെ കാണാത്ത. അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ബൈനോക്കുലർ വെച്ച് ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ മിനിമം സലാലെങ്കിലും കാണണം, പയ്യോളിയിൽ നിന്ന് നോക്കിയാൽ. അല്ല ഇവിടെ നോക്കിയാൽ മിനിമം യമനിൻ്റെ ഭാഗമെങ്കിലും കാണണം, കേരളത്തിൽ നോക്കിയാൽ കാണൂല. എന്തേ? എന്താ ഭൂമിൻ്റെയൊക്കെ എഞ്ചിനീയറിങ്! എത്ര ആയിരക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഈ ഉരുണ്ട സാധനത്തുമ്മ അള്ള ഒഴിച്ചു വെച്ചത്. ആലോചിച്ച് നോക്കി, ഒരു പന്തുമ വെള്ളം വെച്ചാൽ ആ വെള്ളം അവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ ഭൂമി ഈ വെള്ളവും കൊണ്ട് കറങ്ങല്ലേ. നമ്മളിപ്പോൾ 1 മണിക്കൂറിലേറെ വേദം പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് എത്ര കിലോമീറ്ററാണെന്നറിയോ? സൂര്യന് ചുറ്റും 1,08,000 കിലോമീറ്റർ ഞാനും നിങ്ങളും യാത്ര ചെയ്തപ്പോൾ. 1 മണിക്കൂറിൽ. ഇതിന് മുമ്പ് നിങ്ങൾ എപ്പോഴോ വന്നിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞു 1,08,000 കിലോമീറ്റർ. ഒരു ബുള്ളറ്റ് ട്രെയിന് പോയാൽ, ഒരു ഫ്ലൈറ്റ് അടുത്തുകൂടെ പോയാൽ മനുഷ്യൻ പാറിപ്പോവില്ലേ? പൊടിപൊടിയാവൂലേ? നമ്മളല്ല കൊടുങ്കാറ്റ് അനുഭവിച്ചോ? ഇവിടെ ഭൂമി പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡ് 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി ഒരു കറക്കം പൂർത്തിയാകുമ്പോ അന്ന് 12 മണിക്ക് നമ്മൾ കുപ്പി പൊട്ടിക്കും അല്ലേ? ആലോചിച്ച് നോക്കി. നന്ദികേടിന്റെ പരമമായൊരു മൂർത്തി രൂപം നോക്കൂ. അന്ന് നമ്മൾ കള്ളുകുപ്പി, അന്ന് പെൺകുട്ടികൾക്ക് കന്യകാർത്ഥം അവർ നശിപ്പിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എന്ന് ഡിസംബർ 31 എന്താ? ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്ന വലിയൊരു പ്രതിഭാസം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന ദിവസം പടച്ചതമ്പുരാന്റെ ആ മഹാസൃഷ്ടിക്കുമേൽ തലകുനിഞ്ഞു നിന്ന് ഇബാദത്തിലോ ആരാധനയിലോ നിൽക്കേണ്ടതിൻ്റെ പകരം നമ്മുടെ ബീച്ചുകളും കുറ്റിക്കാടുകളും കള്ളുകുപ്പി കൊണ്ട് നിറയറ പിറ്റേന്ന് രാവിലെ അല്ലേ? പോലീസുകാർക്ക് പ്രശ്നമാണ്. പോലീസുകാർക്ക് 1 മാസം മുമ്പ് ട്രെയിനിങ് തുടങ്ങും. എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികളെ റോഡിലൂടെ വെള്ളടിച്ച് വണ്ടി ഓടിക്കും, അപകടം വരുത്തും, അസമയത്ത് വരെ പലയിടത്തും കാണേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിന്? ഭൂമിയുടെ ഈ കറക്കം പൂർത്തിയായ ആഘോഷം. അതാ ന്യൂ ഇയർ എന്ന് പറയണത്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്താ നമ്മൾ ഈ കളിച്ചു കൂട്ടുന്നത്? ഇവിടുന്ന് പോണ്ടേ? മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി കിടക്കാനുള്ളവരാ. ഹബീബിൻ്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണം. അതിനെ കുരുത്തക്കേട് നിർത്തിയാലേ നടക്കുള്ളൂ. നമ്മുടെ ന്യൂ ഇയറുകളും നമ്മുടെ കല്യാണവും തക്കാരൊക്കെ ഈ തരത്തിൽ അള്ളാഹു നിഅമത്ത് തന്നതിൻ്റെ പേരിൽ ആഭാസമാക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ദയവ് ചെയ്തിട്ട് ഒരപേക്ഷയാണ് എൻ്റെ മുസ്ലിം കുടുംബത്തോട്. ദയവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളിയും പുതണ്ണിയും ഫോട്ടോ എടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജ് കയറ്റി ചെയ്യല്ലേ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ. നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ. നിങ്ങൾ കുടുംബക്കാർ, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം, പുതിയാപ്പിളയും ചാടണം. പിന്നെ ക്യാമറാമാൻമാർ പറയും അങ്ങോട്ട് തിരി, കിസ് ചെയ്യ്, ഹഗ് ചെയ്യ്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടെടുക്ക്, ഇതൊക്കെ ഇവർ ചെയ്യും വേണം.
നാട്ടുകാരെ മുഴുവനും കണ്ടിങ്ങനെ ഇരിക്കുക. എന്ത് പച്ച ഹറാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈപിടിച്ച് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പറഞ്ഞ് ബിതസ്രീഹിം ബിഇഹ്സാൻ ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഇതിനൊക്കെ ആമീൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക്. പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും ഇങ്ങനെ ഒരു ടീം. അവർക്കത് ബിസിനസ്സാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അവർ പല നൃത്തങ്ങളും ചെയ്യും, നൃത്തം ചെയ്യിപ്പിക്കും. പുതിയാപ്പിളിയും പുതിയനും ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ പേയ്മെൻറ്റും കൊടുക്കുക. ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയന് നിസ്കാരമുണ്ടോ? പുതിയണിൻ്റെ കൂടുതലൊക്കെ ഒന്ന് മേക്കപ്പ് പോവും. പിന്നെ എങ്ങനെ നിസ്കരിക്കുക? മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട്? വല്ലതും ചെയ്യാറുണ്ടോ? കൂടുള്ളവർ നിസ്കരിക്കുമോ? വീട്ടിലെ ഉമ്മ വാപ്പാക്ക് നിസ്കാരമുണ്ടോ? കുട്ടികൾക്ക് നിസ്കാരമുണ്ടോ? എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിൻ്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ, അനാചാരങ്ങൾ. ഒരു മഖാമിലും വന്ന് ഒരു കുട്ടി പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവരല്ലാഹുവല്ല. അള്ളാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. ഹബീബിന്റെ ഒരു മുഅ്ജിസത്ത് നോക്കണം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, റബ്ബേ എൻ്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു ആരാധന മൂർത്തിയാക്കി എൻ്റെ ഖബറിനെ മാറ്റരുത് റബ്ബേ. ആരുടെ ദുആയാണ്? ഹബീബിന്റെ ദുആയാണ്. കാരണം മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധ്യ വസ്തുക്കളായി ഇബാദത്ത് ചെയ്തിരുന്ന കാലഘട്ടം ജാഹിലിയ്യ കാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി ദുആ ചെയ്തു. ആ ദുആഇന്റെ മുഅ്ജിസത്ത് ഇന്നും റൗദയിൽ കാണാം. ആരെങ്കിലും അവിടെ ഹബീബിന് സുജൂദ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞോ എൻ്റെ ആരാധ്യനാണ് മുഹമ്മദ് നബി തങ്ങളെന്ന്? പറയാൻ പാടില്ല. നമ്മുടെ മഅബൂദ് അല്ലാഹുവാണ്. മനുഷ്യൻ ആരാധിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? മനുഷ്യന് സുജൂദ് ചെയ്യുന്നവർ എത്രയെല്ലാം ആളുകൾ, ഏതിനെയൊക്കെല്ലാം ആരാധ്യരായി കടന്നുകൊണ്ട്, ഏതൊക്കെ ഫിലിം സ്റ്റാറുകൾ, മ്യൂസിക് സ്റ്റാറുകൾ, സ്പോർട്സ് സ്റ്റാറുകൾ, ആരെയൊക്കെ എൻ്റെ ആരാധ്യനാണെന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ ഒരു മുസ്ലിമും പുണ്യ മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ ആരാധ്യനാണെന്ന് പറയൂല. എന്തുകൊണ്ട് പറയൂല? അങ്ങനെ എന്നെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കി മാറ്റരുത് റബ്ബേ എന്ന് ഹബീബ് ദുആ ചെയ്ത ദുആ ഈ ഉമ്മത്തിൽ അല്ലാഹു പുലർത്തി തന്നത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുസ്ലിമീങ്ങൾ ചെയ്യൂല. മുസ്ലിമീങ്ങൾ ഒരു മഹാനെയും അള്ളാഹുവാണ് പടച്ചോനാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, വിവരദോഷികൾ, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെയ്യാൻ പാടില്ല. എന്നാലും അജ്മീറിൽ ചെന്ന് നോക്കൂ, അവിടെ ഏതെല്ലാം മതവിശ്വാസികൾ വന്ന് വരുത്തുന്ന സ്ഥലം, അവിടെ സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സായിരീങ്ങൾ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ അഖീദയിലാണ് പോകുന്നത്, അല്ലേ? നമ്മൾ അവിടെ ഉറച്ചൊക്കെ നാട്ടിൽ എന്ത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ലാ യദുറുക്കും മൻ വല്ല ഇദാ ഇഹ്തദൈതും. അവര് ചെയ്യുന്നത് നിങ്ങളോട് നാളെ ചോദ്യമില്ല. ആ ചെയ്യുന്നത് ദീനാണോ? അല്ല. സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ഹറാമാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ പോലും പ്രത്യക്ഷമായി ശരീഅത്ത് അതിനെ വിധി പറയും. ചെയ്യാൻ പറ്റാത്തത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും വിവരമില്ലാത്തവർ ചെയ്യുന്നത് സുന്നികളുടെ പേരിലോ അഹ്ലു സുന്നിയുടെ പേരിലോ വെച്ച് കെട്ടാൻ പാടുണ്ടോ? അതും ശരിയല്ല. ഇനി പോകട്ടെ, കഅബന്റെ മുമ്പിലേക്ക് നമ്മൾ പോകുന്നില്ല ഉംറ ചെയ്യാൻ. തവാഫിനിടയ്ക്ക് എത്ര ആൾക്കാർ സ്കൈപ്പ് പിടിച്ചു പോകുന്നുണ്ട്, എത്ര പെണ്ണുങ്ങൾ തലമരയ്ക്ക് മറക്കാതെ പോകുന്നുണ്ട്, എത്ര ആണുങ്ങൾ പൊക്കളും കാണിച്ച് നടക്കുന്നുണ്ട്. അവരത്ത് മറക്കണ്ടേ തവാഫ് ശരിയാവണമെങ്കിൽ? ഇതൊക്കെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉംറ കിട്ടൂലേ? നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉംറ കിട്ടും. നിങ്ങളുടെ സഅയ് കറക്റ്റാണോ, നിങ്ങൾക്കത് കിട്ടും. അവിടെ വിവരമില്ലാത്തവൻ വന്ന് വല്ലതും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനു വേദ എന്നതുപോലെ വിവരമില്ലാത്തവർ പല മഖാമിലും പലതും ചെയ്തേക്കാം. അതിനെ ഒരു വരുമാന മാർഗമായി കണ്ടേക്കാം. അതൊക്കെ അവരും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. ഒരു മഖാമിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദാനം, ഒരു സ്വതക്ക ചെയ്യുന്ന പടച്ചവനെ, ഈ മഹാന്റെ ഹദ്റത്തിൽ ഞാൻ ഈ ദാനം ചെയ്യുകയാണ്. എങ്ങനെ? ആ മഹാന്റെ ഹദ്റത്തിൽ ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ ഹദ്റത്തിൽ സ്വഹാബികൾ വന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ന് പറഞ്ഞ ഹബീബിന്റെ സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട് അവിടെ. അശാഇറത്തിന്റെ പണ്ഡിതന്മാർ അത് വ്യക്തമായി ചർച്ച ചെയ്തു. ഖുറാഫാത്ത് പറയാൻ നിൽക്കണ്ട. മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആളുകളോടാണ് ഞാൻ പറയണത്. നമ്മൾ ഏതായാലും ചില ആളുകളുടെ കണക്കിൽ നമ്മളൊക്കെ ഇസ്ലാമെന്ന് പുറത്താ, പിന്നെ അവരെന്തിനാണ് നമ്മളെ തിരുത്താൻ വരുന്നത്? ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ സുന്നികളോട് പറയുന്ന ഈ ആശയങ്ങളെ
എന്തിന് ബാക്കിയുള്ള സുന്നി അല്ലാത്തവർ എന്തിനു വന്നിട്ട് തിരുത്താൻ വരണം? നമ്മൾ സ്പർദ്ധയോ വൈരാഗ്യമോ ഉണ്ടാക്കാനല്ല. നമ്മുടെ അഖീദയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം. വിശ്വാസം അത് വലുതാണ്. അമല് അള്ളാഹ് ഒരുപക്ഷെ നമുക്ക് മുസാമഹത്ത് ചെയ്തു തരും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയാൽ അപകടം സംഭവിക്കും. അള്ളാഹുവിനെ പോലത്തെ ഒരു മഅബൂദ് ഈ ലോകത്ത് ഒരാളുമില്ല. ആരും അള്ളാഹുവിനോട് തുല്യരായിട്ടില്ല. അള്ളാഹ് ചെയ്യുന്ന പണി ഒരു മഖ്ലൂഖ് ചെയ്യുമെന്ന് വിശ്വസിക്കാനും പാടുള്ളതല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു റഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ഉണ്ടാകും. ഹബീബായ നബി തങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ ഇസ്മായ റഊഫുൻ റഹീം, റഊഫും റഹീമുമാണ് നബി തങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞു. അത് അള്ളാഹുവിനിട്ട പേരാ. പക്ഷേ അള്ളാഹു ഈ രണ്ട് വാക്കുകളും ഹബീബിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും എന്ന ആയത്തിന്റെ അവസാനം മുഹമ്മദ് നബി തങ്ങൾ റഊഫും റഹീമുമാണ്. അള്ളാഹുവിനെ കുറിച്ചല്ലേ അബ്ദുർ റഊഫ് അബ്ദുർ റഹീം എന്ന് പറയാ. ഹബീബിനെ കുറിച്ച് പറഞ്ഞ ആ രണ്ട് വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടുന്ന വാക്കുകളാണ്. അള്ളാഹു എവിടെയാണ്? നടന്നിവിടെ പ്രസംഗിക്കുന്നുണ്ട് അള്ളാഹു ആകാശലോകത്താണ് എന്ന്. പൊന്നു ചങ്ങാതിമാരെ, ആകാശലോകം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആകാശലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ സൃഷ്ടിയിൽ എങ്ങനെ അള്ളാഹു വരിക? അള്ളാഹു മൗജൂദുൻ ഫീ ലാ മകാൻ, സ്ഥലമില്ലാത്തത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹു സ്ഥലങ്ങളിലോ ഇടങ്ങളിലോ അല്ല. അള്ളാഹുലേക്ക് സ്ഥലം ചേർത്തി പറയാൻ പാടുള്ളതല്ല. അപ്പൊ പറയും ആ മുണ്ടാൻ കഴിയാത്ത പെൺകുട്ടി വന്ന് ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ആകാശത്ത് എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി തങ്ങൾ പറഞ്ഞു വഹിയ മുഅ്മിനത്തുൻ ഫഅതിഖഹാ, അവൾ ഈമാനുള്ളവളാണ്, അവളെ നീ മോചനം ചെയ്യണമെന്ന് മഹാനായ സ്വഹാബി അബൂ മസ്ഊദ് തങ്ങളോടാണോ എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സ്വഹാബിയാണ് ഈ വിഷയവുമായി വന്നത്. അബൂ മസ്ഊദ് സഖഫി, അവരുടെ ഒരു അടിമയെ അടിച്ചതായിരുന്നു വിഷയം. സാമാർക്ക് ഓർമ്മയുണ്ടെങ്കിൽ തിരുത്തി തരാ സ്വഹാബിയുടെ പേര്. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ആട്ടിൻ പറ്റങ്ങളിൽ ഒരു ആടിനെ ഒരു ചെന്നായെ കൊണ്ടുപോയപ്പോ ഞാൻ ആ പെണ്ണിനെ ചെന്ന് അടിച്ചു നബിയെ. ഫസഖഖ്തു വജ്ഹഹാ, തങ്ങൾ പറഞ്ഞു ആരാണ് ഇവളാ നബിയെ പെണ്ണ്? അവൾ മുഅ്മിനത്താണെങ്കിൽ അവളെ നീ സ്വാതന്ത്ര്യം കൊടുത്ത് എഴുത്തക്ക് ചെല്ല് എന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു ഞാൻ ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. ഐനല്ലാ, സംസാരിക്കാൻ പറ്റാത്ത പെണ്ണ് ആംഗ്യ ഭാഷ കൊണ്ട് പറഞ്ഞു ഐനല്ലാ, മേലോട്ട് കൈ കാണിച്ചുതാ. അപ്പൊ തങ്ങൾ പറഞ്ഞു അച്ചിഖ്ഹാ ഫഹിയ മുഅ്മിനത്തുൻ. ഇത് പറഞ്ഞിട്ട് ചിലർ എന്താ പറയുന്ന, അള്ളാഹ് ആകാശത്താണ്, ഫിസ്സമ. പൊന്നു ചങ്ങാതിമാരെ, ഐന എന്ന് പറഞ്ഞത് ഇശാറത്തുൻ ഇലൽ മകാന ലാ ഇലൽ മകാൻ. സ്ഥലം എവിടെയാണെന്നല്ല ഈ ചോദ്യം, സ്ഥാനം, അള്ളാഹിന്റെ സ്ഥാനം. നമ്മൾ പറഞ്ഞ ചില ആൾക്കാരെ കുറിച്ച് ഓലൊക്കെ എവിടെ കിടക്കുന്ന ആൾക്കാരാ, അതിനർത്ഥം എന്താ? അവരൊക്കെ ആകാശത്ത് പുരടുത്തവരെന്നാണ് അർത്ഥം. മേലെയാണ്, ഉന്നതങ്ങളിലാണ്, അള്ളാഹു മഹോന്നതനാണ്. ഇതേ പറയാൻ പാടുള്ളൂ. അള്ളാഹ് ഭൂമിയിലുണ്ടെന്ന് പറയാൻ പാടുണ്ടോ? കാരണം ഭൂമി ഉണ്ടാകും മുമ്പ് അള്ളാഹു ഉണ്ട്, അള്ളാഹു അസലിയാണ്. ഇതൊക്കെ നമ്മുടെ അഖീദയിലെ വിഷയങ്ങളാണ്. ബിദ്അത്തിന്റെ ആളുകൾ വന്നിട്ട് പറയാൻ തുടങ്ങി അള്ളാഹ് ആകാശത്താ. പൊന്നു ചങ്ങാതിമാരെ, ആകാശം ഇല്ലാതിരുന്നൊരു കാലമില്ലേ? സമയമില്ലാതിരുന്ന കാലമില്ലേ? ഇത് മഖ്ലൂഖല്ലേ? ഇത് ഹാദിസല്ലേ? മഖ്ലൂഖായ ഒരു സാധനം ഖാലിഖായ അള്ളാഹു ഉണ്ടാക്കിയാൽ ആ മഖ്ലൂഖിന്റെ ഉള്ളിലാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ജനാബുൽ ഹഖിനോട് കാണിക്കുന്ന അദബുകേടല്ലേ? അള്ളാഹിനെ പേര് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ബിലാ മഖാനിൻ വബിലാ വഖ്തിൻ, സമയമോ മഖാനോ സ്ഥലമോ അള്ളാഹുക്ക് ബാധകമല്ല. അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ എല്ലായിടത്തും എന്ന് പറഞ്ഞു പോകാറുണ്ട്. അതുപോലും പറയാൻ കഴിയില്ല എന്നാ. അല്ലാഹു മൗജൂദുൻ ബിഇൽമിഹി വഖുദ്റതിഹി വജബറൂതിഹി വഖഹ്രിഹി. അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട് ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. പക്ഷേ റബ്ബിന്റെ ദാത്തുൽ അലിയ എന്ന് പറയുന്ന ദാത്ത് ഫീ ലാ മകാൻ, സ്ഥലമില്ലാത്തത് എന്ന് പറയുന്ന ഒരിടമുണ്ടെങ്കിൽ അവിടെയാണ് അല്ലാഹു. ഇങ്ങനെ പറയാൻ പാടുള്ളൂ. അല്ലാഹ് ഭൂമിയിൽ ആകാശത്ത് പറയാൻ പാടില്ല. അള്ളാഹിന്റെ വീടാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അല്ല, മസ്ജിദ് എന്ന് പറഞ്ഞാൽ മകാനുൻ വുഖിഫ ലിഇബാദത്തില്ലാഹി വഹദഹ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം. അത്രേ ഉള്ളൂ. അള്ളാഹ് അവിടെ ഉണ്ടെന്ന് അർത്ഥമുണ്ടോ? പറയാം. അള്ളാഹ് കഅബന്റെ ഉള്ളിലുണ്ടെന്ന് പറയാൻ പാടുണ്ടോ? അള്ളാഹു സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അള്ളാഹ് ഈസ് ട്രാൻസെൻഡന്റ് ഫ്രം ടൈം ആൻഡ് സ്പേസ്. സ്പേസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് അള്ളാഹ് ഈസ് ദ ക്രിയേറ്റർ. അള്ളാഹു സൃഷ്ടിച്ചവനാണ്. Allah was there even before he created the space, and Allah would be there even if Allah destroys this world. Then where is Allah? Allah is where he is.
even before he created the worlds. അതാണ് അതിൻ്റെ ആശയം. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അല്ലാഹു എവിടെയായിരുന്നോ അവിടെ പടച്ചോൻ ഇപ്പോഴും എന്ന് പറഞ്ഞ റബ്ബിൻ്റെ സൃഷ്ടികളിലേക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഇതൊന്നും അല്ലാഹുവിനെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് അഫ അമിൻതും മൻ ഫിസ് സമാ ആയത്തില്ലേ എന്ന് ചോദിക്കും. അതെ, എന്താ അതിനർത്ഥം? അഫ അമിൻതും മൻ ഫിസ് സമാഇ ഖുദ്റതുഹു വജബറൂതുഹു വഇൽമുഹു വതഖ്ദീറുഹു വതദ്ബീറുഹു. ആകാശലോകങ്ങൾ എന്ന് പറയുന്നത് പോലും ഉന്നതങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ആകാശത്ത് നിന്നല്ല, മേലോട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലമല്ല. ഉന്നതം, മഹോന്നതം. അത് സ്ഥലത്തെക്കുറിച്ചല്ല, സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെ അധികാരമാണോ ആകാശലോകത്തുള്ളത് ആ റബ്ബ്, ആകാശലോകം എന്നും പറയാൻ പറ്റില്ല, സോറി, ആരുടെ അധികാരമാണോ ഉന്നതങ്ങളിലുള്ളത് അള്ളാഹുവിന്. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. ദ്വാരക്കുമ്പോൾ മേലോട്ടാണ് നമ്മൾ കൈയുയർത്തുക. അതിൻ്റെ അർത്ഥം അള്ള മേലോട്ടാണ് എന്നല്ല. അതും ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും. അതൊക്കെ മുജസ്സിമത്തിന്റെ വാദമാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്നും അള്ളാഹു ഒരു മക്കാനിലേക്കും ഒരു ഹൈസിലേക്കും ആവശ്യമുള്ളവനാണെന്നും പറഞ്ഞ മുഅ്തസിലികൾ അടക്കമുള്ള മുജസ്സിമയുടെ വാദമാണ് നമ്മുടെ കേരളത്തിലേക്ക് പച്ചമലയാളത്തിൽ ചിലർ ആളുകൾ വയലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ മതപ്രഭാഷണം അതാ പടച്ചോൻ ആകാശത്താണ്. ഇത് നമ്മുടെ അഖീദക്കെതിരാണ്. നമ്മുടെ റസൂൽ ആരാണെന്നും നമ്മുടെ റബ്ബാരാണെന്നും മനസ്സിലാവാതെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ അല്ലാഹു ആരാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം